ഒരു ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വലിയ വിദേശ കോർപ്പറേറ്റ് കമ്പനി. അവർ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ മാറ്റിയിട്ട് തങ്ങൾക്കിഷ്ടമുള്ള, അതായത് തങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാവയെ ആ കസേരയിൽ ഇരുത്തുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതെ, കമ്പനിയുടെ ലക്ഷ്യം അവിടെ വളരെ വ്യക്തമായിരുന്നു. യാതൊരു തടസ്സവുമില്ലാതെ ആ നാടിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കുക എന്നതുതന്നെ. ശരിയാണ്. എന്നാൽ ആ പാവ ഭരണാധികാരി പെട്ടെന്നൊരു ദിവസം കമ്പനിക്കെതിരെ തിരിഞ്ഞാലോ? സ്വന്തം നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാൻ അയാൾ ആ കോർപ്പറേറ്റ് ഭീമനെതിരെ ഒരു സാമ്പത്തിക യുദ്ധം തന്നെ പ്രഖ്യാപിച്ചാലോ? ഈ സവിശേഷമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തീർച്ചയായും. നമ്മളിന്ന് പരിശോധിക്കുന്ന രേഖകളിലെ ഈ വിഷയം കേവലം ഒരു ചരിത്ര സംഭവമല്ല. അല്ലേല, ഇന്നത്തെ പല വലിയ കോർപ്പറേറ്റ് തന്ത്രങ്ങളെയും വെല്ലുന്ന ബുദ്ധിനീക്കങ്ങളും വഞ്ചനകളും നിറഞ്ഞ ഇന്ത്യൻ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു വലിയ വഴിത്തിരിവാണ്. അതെ, ബക്സർ യുദ്ധവും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഈ രേഖകളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എപ്പോഴും വളരെ കൃത്യമായ പ്ലാനിംഗുള്ള ഒരു ശക്തിയായാണല്ലോ കാണാറുള്ളത്. അതെ, അങ്ങനെയാണല്ലോ നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ മിർ ഖാസിം എന്ന ഈ ബംഗാൾ നവാബിന്റെ കാര്യത്തിൽ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. തങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് നൽകുന്ന ഒരു സാധാരണ പാവ ഭരണാധികാരിയായിരിക്കും ഇദ്ദേഹമെന്നായിരുന്നു കമ്പനിയുടെ പൂർണ്ണ വിശ്വാസം. പക്ഷേ കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തലവേദനയായി അയാൾ മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതെ, അതൊരു വല്ലാത്ത അബദ്ധമായിരുന്നു കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ എന്തുകൊണ്ടാണ് മിർ ഖാസിം കമ്പനിക്കെതിരെ തിരിയാൻ തീരുമാനിച്ചത്? ഒറ്റയടിക്ക് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നില്ലല്ലോ അദ്ദേഹം. ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് രേഖകൾ കൃത്യമായി പറയുന്നുണ്ടോ? ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ബീഹാറിലെ ഡെപ്യൂട്ടി ഗവർണറായ രാം നാരായണുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ ആദ്യത്തെ പ്രശ്നങ്ങൾക്ക് തിരികൊടുത്തുന്നത്. മിർ ഖാസിം രാംനാരായണനോട് ബീഹാറിലെ നികുതി പിരിവിന്റെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ രാംനാരായൺ അത് നൽകാൻ തയ്യാറായില്ല. അവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. സ്വന്തം നവാബിനെ ധിക്കരിക്കാൻ മാത്രം ധൈര്യം ഒരു ഡെപ്യൂട്ടി ഗവർണർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അവിടെയാണ് നമ്മൾ കമ്പനിയുടെ ഇരട്ടത്താപ്പ് കാണേണ്ടത്. രാംനാരായണന് പട്നയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. തീർച്ചയായുമല്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്വന്തം ഉദ്യോഗസ്ഥൻ ഒരു വിദേശ കമ്പനിയുടെ പിൻബലത്തിൽ തന്നെ പരസ്യമായി ധിക്കരിക്കുന്നത്, അത് അധികാരത്തിനു മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായാണ് അനുഭവപ്പെടുക. മിർ ഖാസിമിന് അത് കൃത്യമായി മനസ്സിലായി. താൻ വെറുമൊരു പേരിലൊതുങ്ങുന്ന നവാബാണെന്നും യഥാർത്ഥ അധികാരം ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഇഷ്ടക്കാരായ ഉദ്യോഗസ്ഥരിലൂടെ പ്രയോഗിക്കുകയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വാഭാവികമായും ഇത് മിർ ഖാസിമിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. ഈ അധികാരതർക്കം അവിടെ നിൽക്കട്ടെ, അതിലും വലിയൊരു സാമ്പത്തിക കൊള്ളയാണ് കമ്പനി അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ദസ്തക് എന്നറിയപ്പെടുന്ന വ്യാപാര പെർമിറ്റുകളുടെ ദുരുപയോഗം. നമ്മൾ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വമ്പൻ അഴിമതിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതെ, മുഗൾ ചക്രവർത്തിയുടെ ഒരു പ്രത്യേക വിളംബരം, അതായത് ഫർമാൻ വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ നികുതികളോ ചുങ്കമോ നൽകാതെ വ്യാപാരം നടത്താനുള്ള അവകാശം ലഭിച്ചിരുന്നു. ഇത് കമ്പനിയുടെ ചരക്കുകൾക്ക് മാത്രമുള്ള ഒരു ഔദ്യോഗിക പെർമിറ്റായിരുന്നു. ഒരുതരം VIP പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. പക്ഷേ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തത്? അവർ തങ്ങളുടെ സ്വന്തം നിലയ്ക്കുള്ള സ്വകാര്യ വ്യാപാരങ്ങൾക്കും ഈ ദസ്തക് ഉപയോഗിക്കാൻ തുടങ്ങി. കമ്പനിയുടെ ഔദ്യോഗിക പെർമിറ്റ് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയായിരുന്നു. അതുമാത്രമല്ലല്ലോ അവർ ചെയ്തത്. ഈ അഴിമതിയുടെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. കമ്പനി ഉദ്യോഗസ്ഥർ വലിയൊരു കമ്മീഷൻ വാങ്ങി ഈ ദസ്തക് ഇന്ത്യൻ വ്യാപാരികൾക്ക് കരിഞ്ചന്തയിൽ വിൽക്കാനും തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിൽ പ്രത്യാഘാതം എന്തായിരുന്നിരിക്കും? ഒന്നാമതായി, ബംഗാൾ ഖജനാവിലേക്ക് വരേണ്ട വലിയൊരു നികുതി വരുമാനമാണ് നവാബിന് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. രണ്ടാമതായി, സത്യസന്ധമായി നികുതി നൽകി വ്യാപാരം ചെയ്യുന്ന പ്രാദേശിക വ്യാപാരികളുടെ അവസ്ഥ വളരെ ദയനീയമായി. ശരിയാണ്. ദസ്തക്കുള്ള ബ്രിട്ടീഷുകാർക്കും അവരുടെ ബിനാമികൾക്കും നികുതിയില്ലാതെ സാധനങ്ങൾ വിൽക്കാം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിപണിയിലിറക്കാൻ കഴിയും. എന്നാൽ നികുതി നൽകുന്ന പ്രാദേശിക വ്യാപാരികൾക്ക് ഒരിക്കലും ആ വിലയോട് മത്സരിക്കാൻ കഴിയില്ല. ഇതൊരു തികഞ്ഞ അനീതിയായിരുന്നു. ഈ അനീതി അവിടെയും അവസാനിച്ചില്ല.
കമ്പനി ഉദ്യോഗസ്ഥർ അവരുടെ അധികാരം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകാൻ പ്രാദേശിക നിർമ്മാതാക്കളെയും നെയ്ത്തുകാരെയും നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അതായത് വിപണിയിലെ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കമ്പനിക്ക് സാധനങ്ങൾ വിൽക്കാൻ പ്രാദേശിക ജനത നിർബന്ധിതരായി. ഈ കൊള്ള കണ്ടില്ലെന്ന് നടിക്കാൻ സ്വന്തം നാടിനോട് അല്പമെങ്കിലും കൂറുള്ള ഒരു ഭരണാധികാരിക്കും കഴിയില്ല. അപ്പോ ഇതിന് പരിഹാരമായി മിർ ഖാസിം എടുത്ത ധീരമായ തീരുമാനം എന്തായിരുന്നു? അത് അക്ഷരാർത്ഥത്തിൽ കമ്പനിയെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഇതൊരു ഗംഭീരൻ തന്ത്രമായിരുന്നു എന്ന് വേണം പറയാൻ. മിർ ഖാസിം എടുത്ത ആ തീരുമാനം സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ ഒരു നീക്കമായിരുന്നു. കമ്പനി ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബംഗാളിലെ എല്ലാവർക്കുമുള്ള വ്യാപാര നികുതികൾ അദ്ദേഹം പൂർണ്ണമായും ഒഴിവാക്കി. ഒറ്റയടിക്ക്, ഒറ്റ ഉത്തരവിലൂടെ. അതായത് ഇനി മുതൽ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർക്കും ആർക്കും നികുതി നൽകേണ്ടതില്ല. എല്ലാവർക്കും ഒരുപോലെ വ്യാപാരം ചെയ്യാം. വിപണിയിൽ എല്ലാവർക്കും തുല്യമായ അവസരം. ഇത് കേൾക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? അവർക്കും നികുതി കൊടുക്കേണ്ടല്ലോ. അവിടെയാണ് കാര്യം. പക്ഷെ അവർക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തുല്യമായ ഒരു വ്യാപാര മത്സരം ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സ്വതന്ത്രമായ ഒരു വിപണിയിൽ പ്രാദേശിക വ്യാപാരികളോട് മത്സരിച്ച് ജയിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അവർക്കെപ്പോഴും മറ്റുള്ളവരെക്കാൾ പ്രത്യേക പരിഗണന വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. എല്ലാവരും നികുതിയില്ലാതെ വ്യാപാരം ചെയ്താൽ വർഷങ്ങളായി ദസ്തക്ക് ഉപയോഗിച്ച് തങ്ങൾ അനുഭവിച്ചിരുന്ന ആ പ്രത്യേക മേധാവിത്വം നഷ്ടപ്പെടുമെന്നവർ ഭയന്നു. അവരുടെ കുത്തക തകരുന്ന അവസ്ഥ വന്നപ്പോൾ നവാബിന്റെ ഈ തീരുമാനത്തെ തങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് കമ്പനി കണ്ടത്. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. 1763-ൽ ബ്രിട്ടീഷുകാരും മിർ ഖാസിമും തമ്മിൽ തുടർച്ചയായ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കാത്വ, മുർഷിദാബാദ്, ഗിരിയ, സൂട്ടി, മുൻഗർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് വൻ പോരാട്ടങ്ങളാണ് നടന്നത്. ഈ യുദ്ധങ്ങളിലെല്ലാം മികച്ച ആയുധങ്ങളും പരിശീലനവുമുള്ള ഇംഗ്ലീഷ് സൈന്യം വിജയം നേടി. ഒടുവിൽ പരാജയപ്പെട്ട മിർ ഖാസിമിന് ബംഗാളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം അവധിലേക്കാണ് രക്ഷപ്പെട്ടത്. ഇവിടെ കഥ അവസാനിച്ചു എന്നാണ് പലരും കരുതിയത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ശരിക്കുള്ള കഥ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മിർ ഖാസിം തോറ്റു പിന്മാറാൻ തയ്യാറുള്ള ഒരാളായിരുന്നില്ല. അവധിയിലെത്തിയ അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പകരം കമ്പനിക്കെതിരെ വളരെ തന്ത്രപ്രധാനമായ ഒരു മഹാസഖ്യം രൂപീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതെ, അവധിലെ നവാബായ ഷുജാ ഉദ്ദൗളയെയും സാക്ഷാൽ മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനെയും അദ്ദേഹം ഒപ്പം കൂട്ടി. ഈ സഖ്യത്തിന്റെ വ്യാപ്തി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശക്തികളാണ് ഒരു വിദേശ കമ്പനിക്കെതിരെ ഒന്നിക്കുന്നത്. സാക്ഷാൽ മുഗൾ ചക്രവർത്തി തന്നെ ഈ സഖ്യത്തിലുണ്ടായിരുന്നു എന്നത് ഇതിന് നൽകിയ രാഷ്ട്രീയ മാനവും വലുതായിരുന്നു. അങ്ങനെ 1764 ഒക്ടോബർ 22-ന് ബക്സറിൽ വെച്ച് ഈ സംയുക്ത സേനയും മേജർ ഹെക്ടർ മുൻറോയുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സേനയും നേർക്കുനേർ ഏറ്റുമുട്ടി. 3 വലിയ ശക്തികൾ ഒന്നിച്ചണിനിരന്ന ആ വമ്പൻ സേനയെ കാണുമ്പോൾ ആരുമൊന്ന് ഭയപ്പെടും. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതല്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സേന നിർണായക വിജയം നേടി എന്നതാണ്. ഇത്രയും വലിയൊരു സഖ്യത്തിന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അടിതെറ്റിയത്? സൈനികരുടെ എണ്ണത്തിൽ ഈ മഹാസഖ്യം വളരെ മുന്നിലായിരുന്നെങ്കിലും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിൽ ഇംഗ്ലീഷ് സേന ബഹുദൂരം മുന്നിലായിരുന്നു. സഖ്യസേനയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ ഏകോപനവുമുണ്ടായിരുന്നില്ല. മേജർ മൺട്രോയുടെ കൃത്യമായ തന്ത്രങ്ങൾക്കു മുന്നിൽ ഈ വമ്പൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ വിജയത്തിന്റെ പ്രാധാന്യം നമ്മളൊരു വലിയ ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചു നോക്കണം. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചത് ചതിയിലൂടെയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ ബക്സറിലേത് തികച്ചും ഒരു സൈനിക വിജയമായിരുന്നു. അതെ, വെറുമൊരു പ്രാദേശിക ഭരണാധികാരിയെ മാത്രമല്ല, സാക്ഷാൽ മുഗൾ ചക്രവർത്തിയെ തന്നെയാണ് ബ്രിട്ടീഷുകാർ യുദ്ധക്കളത്തിൽ പരാജയപ്പെടുത്തിയത്. ഈ ഒരൊറ്റ വിജയത്തോടെ ഉത്തരേന്ത്യയിലെ മാറ്റാൻ കഴിയാത്തൊരു വലിയ ശക്തിയായും ഇന്ത്യയുടെ മുഴുവൻ ആധിപത്യം നേടാൻ കഴിവുള്ളവരായും ഇംഗ്ലീഷുകാർ മാറി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ബംഗാളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് പരിശോധിക്കുമ്പോഴാണ് കമ്പനിയുടെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുക. യുദ്ധം നടക്കുന്നതിനു മുമ്പ് തന്നെ 1763-ൽ കമ്പനി മിർ ജാഫറിനെ വീണ്ടും നവാബായി നിയമിച്ചിരുന്നു.
പ്ലാസി യുദ്ധത്തിനു ശേഷം പാവയായിരുത്തിയ അതേ മിർജാഫറിനെ തന്നെ. എന്നാൽ ഇത്തവണ കമ്പനി അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. വലിയൊരു വില അദ്ദേഹം നൽകേണ്ടി വന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ എല്ലാ ചെലവുകൾക്കുമായി മിഡ്നാപൂർ, ബർദ്വാൻ, ചിറ്റഗോങ് എന്നീ പ്രധാന പ്രദേശങ്ങളുടെ വരുമാനം അദ്ദേഹം കമ്പനിക്ക് വിട്ടുനൽകി. ഉപ്പിന് 2% നികുതി ഒഴികെ മറ്റെല്ലാ വ്യാപാരവും ഇംഗ്ലീഷുകാർക്ക് പൂർണ്ണമായും സൗജന്യമാക്കി കൊടുക്കുകയും ചെയ്തു. മിർജാഫറിന്റെ മരണശേഷവും ബംഗാളിന്റെ അവസ്ഥ കൂടുതൽ ദയനീയമാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ നജിമുദ്ദൗളയെ കമ്പനി നവാബായി പ്രതിഷ്ഠിച്ചു. അവിടെയാണ് നമ്മൾ കമ്പനിയുടെ ഭരണതന്ത്രം കാണേണ്ടത്. പേരിനൊരു നവാബ് സിംഹാസനത്തിലുണ്ട്, എന്നാൽ യഥാർത്ഥ അധികാരം മുഴുവൻ നായിബ് സുബേദാർ എന്നൊരു ഉദ്യോഗസ്ഥന്റെ കൈകളിലായിരുന്നു. ഈ ഉദ്യോഗസ്ഥനെ നിയമിക്കാനും മാറ്റാനുമുള്ള പൂർണ്ണ അധികാരം കമ്പനിക്കുമായിരുന്നു. ചുരുക്കത്തിൽ കമ്പനി പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്ന പൂർണ്ണമായും ഒരു പാവ സർക്കാരിനെ അവർ ബംഗാളിൽ സ്ഥാപിച്ചെടുത്തു. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നവാബിനും, എന്നാൽ യഥാർത്ഥ അധികാരവും സമ്പത്തും കമ്പനിക്കും എന്നതായിരുന്നു അവരുടെ രീതി. ഈ സമയത്താണ് റോബർട്ട് ക്ലൈവ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നത്. 1765 ഓഗസ്റ്റിൽ അലഹബാദിൽ വെച്ച് ക്ലൈവ് ഉണ്ടാക്കിയ 2 സുപ്രധാന ഉടമ്പടികൾ ശരിക്കും ചരിത്രത്തിലെ തന്നെ ഗതിമാറ്റിയ സംഭവങ്ങളാണ്. ഒന്നാമത്തെ ഉടമ്പടി അവധിലെ നവാബായ ഷുജാ ഉദ്ദൗളയുമായും രണ്ടാമത്തേത് മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനുമായിരുന്നു. അവധുമായുള്ള ഉടമ്പടിയിൽ കമ്പനി കടുത്ത വ്യവസ്ഥകളാണ് വെച്ചത്. അലഹാബാദും കാരയും നവാബ് മുഗൾ ചക്രവർത്തിക്ക് വിട്ടുനൽകണം. പിന്നെ യുദ്ധനഷ്ട പരിഹാരമായി 50 ലക്ഷം രൂപ കമ്പനിക്ക് നൽകണം. അക്കാലത്തെ 50 ലക്ഷം രൂപ എന്നത് ഒരു രാജ്യത്തെ തന്നെ പാപ്പരാക്കാൻ പോന്ന തുകയാണ്. കൂടാതെ ബനാറസിലെ സമീന്ദാരായ ബൽവന്ത് സിംഗിന് തന്റെ ഭൂമിയുടെ പൂർണ്ണ അവകാശം നൽകാനും നവാബ് നിർബന്ധിതനായി. എനിക്കിവിടെ തോന്നിയൊരു സംശയം, യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ അവധിനെ എന്തുകൊണ്ട് ക്ലൈവ് കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കിയില്ല എന്നതാണ്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, അവിടെയാണ് റോബർട്ട് ക്ലൈവ് എന്ന തന്ത്രശാലിയുടെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. ഒറ്റനോട്ടത്തിൽ അവധി പിടിച്ചെടുക്കാതിരുന്നത് ഒരു മണ്ടത്തരമായി തോന്നാം. എന്നാൽ ക്ലൈവിന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. അവധുകൂടി കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വന്നാൽ അതിർത്തികൾ വികസിക്കും. അതോടെ അഫ്ഗാനികളുടെയും മറാഠകളുടെയും തുടർച്ചയായ ആക്രമണങ്ങളിൽ നിന്ന് ആ വലിയ അതിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യത കമ്പനിക്ക് വരും, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അത് കമ്പനിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ സാമ്പത്തിക സൈനിക ചെലവുകളുണ്ടാക്കും. അതിനു പകരം അവധിനെ ഒരു ബഫർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇടനില രാജ്യമാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ അവധിനെ ഒരു മനുഷ്യകവചമായി മാറ്റിയെന്ന് പറയാം. ശരിക്കും ഒരു ആധുനിക കോർപ്പറേറ്റ് തന്ത്രം പോലെ തന്നെ. റിസ്ക് ഒഴിവാക്കുക, ലാഭം കൂട്ടുക. ഇനി മുഗൾ ചക്രവർത്തിയുമായുള്ള രണ്ടാമത്തെ ഉടമ്പടി നോക്കാം. ഷാ ആലം രണ്ടാമൻ കമ്പനിയുടെ സംരക്ഷണത്തിൽ അലഹബാദിൽ താമസിക്കണം. പ്രതിവർഷം 26 ലക്ഷം രൂപയ്ക്ക് പകരമായി ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ വിശാലമായ പ്രദേശങ്ങളിലെ ദിവാനി, അതായത് നികുതി പിരിക്കാനുള്ള പൂർണ്ണ അവകാശം കമ്പനിക്ക് നൽകിക്കൊണ്ട് ചക്രവർത്തി ഒരു വിളംബരമിറക്കി. ഇതിന് പുറമെ ഈ പ്രദേശങ്ങളിലെ സൈനിക, പോലീസ്, നീതിന്യായ ചുമതലകൾക്കായി, അതായത് നിസാമത്ത് ആവശ്യങ്ങൾക്കായി 53 ലക്ഷം രൂപ കമ്പനിക്ക് നൽകാനും വ്യവസ്ഥ ചെയ്തു. ഇന്ത്യയുടെ പരമോന്നത ഭരണാധികാരിയായ സാക്ഷാൽ മുഗൾ ചക്രവർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെറുമൊരു റബ്ബർ സ്റ്റാമ്പായി മാറി. ഇത്രയും കാലം യുദ്ധങ്ങളിലൂടെയും ചതിയിലൂടെയും ബംഗാളിൽ കമ്പനി നേടിയെടുത്ത എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കും മുഗൾ ചക്രവർത്തിയിൽ നിന്ന് തന്നെ നിയമസാധുത ലഭിച്ചു എന്നതാണിതിലെ ഏറ്റവും വലിയ കാര്യം. കമ്പനിയുടെ കൊള്ളകളെല്ലാം ഇതോടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. നികുതി പിരിക്കാനുള്ള പൂർണ്ണ അധികാരം കമ്പനിക്കും, എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം പാവ നവാബിനും. ഇരട്ടഭരണത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു അത്. ഈ ചരിത്രരേഖകളിലൂടെയുള്ള നമ്മുടെ അന്വേഷണം അവസാനിക്കുമ്പോൾ ഇതിനെല്ലാം തുടക്കമിട്ട ആ മനുഷ്യനെക്കുറിച്ചുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മുൻ ബംഗാൾ നവാബ് മിർ ഖാസിം. കമ്പനിയുടെ അനീതികൾക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയ, വിപണിയിലെ വിവേചനത്തിനെതിരെ പൊരുതിയ ആ ഭരണാധികാരിയുടെ അവസാനം എന്തായിരുന്നുവെന്ന് രേഖകൾ പറയുന്നുണ്ട്. ഇതിലൊരു വല്ലാത്ത വിരോധാഭാസമുണ്ട്. അതെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ മുഴുവൻ യജമാനന്മാരാകാനുള്ള അടിത്തറപ്പാകുമ്പോൾ മിർ ഖാസിം സ്വന്തമായി ഒരു വീട് പോലുമില്ലാതെ അലഞ്ഞുതിരിയുകയായിരുന്നു. ഒടുവിൽ 1777 കടുത്ത ദുരിതങ്ങൾക്കും ദാരിദ്ര്യത്തിനുമിടയിൽ അദ്ദേഹം അനാഥനായി മരണപ്പെട്ടു. കമ്പനി എന്ന കോർപ്പറേറ്റ് ഭീമനോട് ഏറ്റുമുട്ടിയതിന്റെ വിലയായിരുന്നു അത്.
വളരെ സങ്കടകരമായ എന്നാൽ ചരിത്രം നൽകുന്ന വലിയൊരു പാഠമാണിത്. ഈ അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ദസ്തക് സമ്പ്രദായത്തിലെ ആ അനീതി മിർ ഖാസിം മിണ്ടാതെ സഹിച്ചിരുന്നെങ്കിലോ? അല്ലെങ്കിൽ ബക്സർ യുദ്ധത്തിൽ ആ മഹാസഖ്യം ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിലോ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷേ ഇന്ത്യയിലൊരു ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ? ഇതൊന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതൊരു ഗംഭീരമായ നിരീക്ഷണമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങൾ ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നു. ഈ പുതിയ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിശദമായ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചിന്തകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് വലിയൊരു നന്ദി. മറ്റൊരു സുപ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.